ഹലോ ബ്യൂട്ടിഫുൾ സോൾസ്, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ് നിങ്ങളുടെ പേഴ്സന്റെ കറന്റ് എനർജിയാണ്. ആ ഒരു വ്യക്തിക്ക് നിങ്ങളോടുള്ള ഇമോഷൻസും അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയോട് ഉള്ള ഇമോഷൻസും നിങ്ങളുടെ ആ ഒരു ഫീലിങ്സും ഒക്കെയാണ്. അപ്പോൾ ഈ ചാനൽ ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ആ നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടത്തുള്ളൂ. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുകൊണ്ട് ഇത് എല്ലാവരുടെയും എനർജി ആയിട്ട് ഇത് മാച്ച് ചെയ്യണമെന്നില്ല. ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. എപ്പോഴാണോ ഇത് കാണുന്നത് അപ്പോൾ മുതലാണ് ഇത് വാലിഡ് ആവുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. എല്ലാവരും മൈൻഡൊക്കെ വളരെ കാം ആൻഡ് ക്വയറ്റ് ആൻഡ് റിലാക്സ്ഡ് ആയിട്ടിരിക്കുക, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കുക. നമുക്ക് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന എനർജി വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ വളരെ ഒരുപാട് പ്രശ്നങ്ങളിൽ കൂടെയാണ് പോകുന്നത്. അതിപ്പോൾ ഇവിടെ നമുക്ക് പറയാൻ പറ്റും, നിങ്ങളുടെ ഈ ഒരു റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് മാത്രമല്ല അയാളുടെ ലൈഫിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രോബ്ലംസും ഒക്കെ ഉണ്ടായ ഒരു വ്യക്തിയാണ്. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരുപാട് ചൈൽഡ്ഹുഡ് ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. പിന്നെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പിന്നെ ഒരുപാട് എന്താ പറയുക, ചീത്ത കാര്യങ്ങളൊക്കെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ട്. ആ പേഴ്സണ് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നില്ല, അതൊന്നും നടന്നിട്ടില്ല. അതായത് അയാൾ ആഗ്രഹിച്ച ഒരു കാര്യം അയാൾക്ക് സക്സസ് ആയിട്ട് കിട്ടിയിട്ടില്ല, നടന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും അങ്ങനെ എല്ലാം നഷ്ടപ്പെട്ട് അയാളുടെ കയ്യിൽ നിന്ന് പോവാം. അതുപോലെ തന്നെ അയാളുടെ ജീവിതത്തില് വേണ്ടിയുള്ള ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, നല്ല എന്താ പറയാ, മേ ബി ചിലപ്പോൾ ഒരു കല്യാണം, ഇതിന് മുന്നേ ഒരു കല്യാണം പ്രപ്പോസൽ വന്നിട്ടുണ്ടാവും, അതല്ലെങ്കിൽ അയാൾക്ക് ഒരു അഫെയർ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ അയാൾക്ക് വേണ്ടി അയാൾ ആഗ്രഹിച്ച ഓരോ കാര്യങ്ങളും അയാളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സൺ ഇമോഷണലി ഒരുപാട് തകർന്നിട്ടുള്ളൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഒട്ടും മെച്യൂരിറ്റി ഇല്ലാത്തൊരു പേഴ്സൺ ആണ്. പിന്നെ അയാളുടെ ഉള്ളിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ഒട്ടും മെച്യൂർ അല്ലാത്തത് കൊണ്ട് തന്നെ ഇങ്ങനെയുള്ള പ്രോബ്ലംസ് അയാളുടെ ജീവിതത്തിൽ ഒരുപാട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു വ്യക്തിക്ക് ഒരുപാട് വൂൺസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു പേഴ്സൺ മേ ബി ഒരു സെക്ഷൽ അബ്യൂസിന് അല്ലെങ്കിൽ അതേപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ളൊരു പേഴ്സൺ ആണ്. അപ്പൊ അതൊക്കെ കൊണ്ട് തന്നെ അയാളുടെ ഇന്നർ ചൈൽഡും ഒക്കെ ഒരുപാട് വൂണ്ടഡ് ആണ്. അപ്പോൾ എല്ലാ കേസിലല്ല പറയുന്നത്, ചില കേസുകളിൽ സെക്ഷൽ അബ്യൂസുകൾ അത് ഹൈ ലെവലിലും അതുപോലെ തന്നെ ചെറിയ രീതിയിലും ഒക്കെ കൊച്ചിലെ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു വ്യക്തിക്ക്. അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൊണ്ട് ഇന്നർ ചൈൽഡ് ഭയങ്കരമായിട്ടും വൂണ്ടഡ് ആണ് ആ ഒരു പേഴ്സൺ. അതുപോലെ തന്നെ അയാൾക്ക് ബാക്കിയുള്ളവരുടെയൊക്കെ അടുത്ത് നിന്നൊക്കെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൂടുതൽ കാണിക്കുക, അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് നേച്ചറൊക്കെയാണ് ഈ ഒരു പേഴ്സണ്. അതുപോലെ തന്നെ ഇയാൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ മറ്റുള്ളവർക്ക് ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലാണെങ്കിൽ പോലും നിങ്ങൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ ഒരു ലൈഫ് സ്റ്റൈലൊക്കെ കണ്ടിട്ട് വേണമെങ്കിൽ ആ ഒരു പേഴ്സണ് ചെറിയൊരു കുശുമൊക്കെ ഉള്ളിൽ തോന്നിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ചെറിയ ഒരു രീതിയിലൊക്കെ അയാൾ വെളിയിൽ കാണിക്കുന്നില്ല, പക്ഷെ അയാൾക്കുള്ളിൽ അങ്ങനത്തെ ഒരു കുശുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലോട്ട് പോയുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് കുറേ സ്നേഹവും കാര്യങ്ങളും ഒക്കെ വാരിക്കൂരി അങ്ങോട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ തിരിച്ച് നിങ്ങൾക്ക് ഇങ്ങോട്ടൊന്നും കിട്ടത്തില്ല. കാര്യം എന്ന് വെച്ചാല് അയാൾക്ക് ഇങ്ങനെയുള്ള പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉള്ളിൽ നിൽക്കുന്നത് കൊണ്ട് അയാൾക്ക് ആരെയും അങ്ങനത്തെ രീതിയിലും അല്ലെങ്കിൽ ഉള്ളിലൊരു മൊത്തത്തിലൊരു മടുപ്പും കാര്യങ്ങളൊക്കെ ആ ഒരു പേഴ്സൺ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ആരായാലും അയാളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങോട്ട് സ്നേഹം കൊടുക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. തിരിച്ച് അതേപോലെ ഇങ്ങോട്ട് കിട്ടണമെന്ന് ആരും പ്രതീക്ഷിക്കില്ല. കാരണം എന്ന് വെച്ചാൽ അയാൾ അത്രയ്ക്ക് പ്രോബ്ലംസിൽ കൂടെ പോകുന്നൊരു വ്യക്തിയാണ്. അതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ എന്ന് വെച്ചാൽ ഭയങ്കര എന്താ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് അയാളുടെ ജീവിതത്തിൽ, ഒട്ടും സോൾവ് ചെയ്യാൻ പറ്റാത്തത് കൊച്ചിലെ മുതൽ ഉള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ. അപ്പൊ അതൊക്കെയാണ് ഈ ഒരു പേഴ്സണെ ഒരുപാട് വല്ലാത്തൊരു അവസ്ഥയിൽ കൂടെ കൊണ്ടുപോകുന്നത്. അതുപോലെ തന്നെ ഇയാള് ഭയങ്കര ഡേ ഡ്രീമർ ആണ്, സ്വപ്നങ്ങൾ ഒരുപാട് കാണുന്നുണ്ട്. പിന്നെന്താ പറയാ, അയാള് എവിടെ പോയാലും മറ്റുള്ളവരുടെ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി ഓരോന്നൊക്കെ കാണിച്ചു കൂട്ടുക, അതൊക്കെയാണ് ഇയാളുടെ ഒരു ജനറൽ ക്യാരക്ടർ എന്ന് പറയുകയാണെങ്കിൽ. മേ ബി നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി വെച്ചിട്ട് ഇതൊരു വാട്ടർ സൈൻ ആവാനുള്ള ഒരു ചാൻസസ് ഉണ്ട്. മേ ബി ഒരു ക്യാൻസർ, സ്കോർപിയോ ഓഫ് പൈസസ് ആവാനുള്ള ചാൻസ് ഉണ്ട്. ഇത് വേണമെങ്കിൽ സൺ അല്ലെങ്കിൽ മൂൺ അല്ലെങ്കിൽ റൈസിങ് സൈൻ ആവാനുള്ളതാണ് ചാൻസ് കൂടുതൽ. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാർ ആണ് ഇത്.
അപ്പോൾ ഇവർ ഒരുപാട് ഇമോഷണലി ഉള്ളിലൊക്കെ ഒരുപാട് തകർന്ന് നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാൾക്കൊരു റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലോട്ട് പോകാൻ ഒരുപാട് പ്രോബ്ലംസും ഉണ്ട്, ഒരുപാട് വിഷമങ്ങളും ഒരുപാട് ഇതൊക്കെയുണ്ട്. അപ്പൊ നിങ്ങളുടെ ആ ഒരു അതായത് നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ഒരു എനർജി ഫീൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷനോ ഒരു ബ്രേക്കപ്പിന്റെ ഒരു ബ്രേക്കപ്പിന്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പ് ആണ് ഇപ്പൊ നിങ്ങളുടെ ഒരു എനർജി ഫീൽ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെന്ന് പറയുന്ന ആള് ഈ ഒരു പേഴ്സണിൽ നിന്ന് ഒരു ഗുഡ് ന്യൂസ് കിട്ടാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് അയാളിൽ നിന്നൊരു കോള് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫോൺ കോളോ എന്തെങ്കിലും ഒരു മെസ്സേജസ് അതല്ലെങ്കിൽ എന്തെങ്കിലും അയാളുടെ വായന എന്തെങ്കിലും ഒന്ന് കേട്ടാൽ മതി എനിക്ക്, ആ ഒരു രീതിയിൽ അങ്ങനെ നിൽക്കുകയാണ് നിങ്ങൾ. അപ്പൊ നിങ്ങൾക്ക് അറിയാം ആ ഒരു പേഴ്സൺ ചിലപ്പോൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യും. അപ്പോൾ അത്രയ്ക്ക് നല്ലൊരു എനർജിയിൽ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് നിങ്ങൾ ഭയങ്കര ഫ്രീ ആയിട്ടൊക്കെ എല്ലാ കാര്യങ്ങളും ചിന്തിക്കുകയും വളരെ ഇന്റലിജന്റ് ആയിട്ടൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പൊ നിങ്ങൾ അതൊക്കെ കൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണോട് വളരെയധികം സ്നേഹമൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളാണ് കൂടുതൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ റൊമാൻറ്റിക് ആയിട്ടുള്ള കാര്യങ്ങളും റൊമാൻറ്റിക് മെസ്സേജസും കാര്യങ്ങളൊക്കെ ഈ ഒരു പേഴ്സൺ അയച്ചു കൊടുത്തോണ്ടിരുന്നിട്ടുള്ളത്. അതുപോലെ തന്നെ നിങ്ങൾക്കറിയാം ഈ ഒരു വ്യക്തി നിങ്ങളുടെ അടുത്ത് ഇങ്ങനെ വളരെ ചൈൽഡിഷ് രീതിയിലൊക്കെ കളിച്ചോണ്ടിരിക്കുക. അതായത് അയാളൊന്നും സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ചൈൽഡിഷ് ക്യാരക്ടർ എന്നൊക്കെ പറയുന്നത്. ലൈഫിൽ ചുമ്മാ ഫ്രീ ആയിട്ട് വെറുതെ വിട്ടു പോകും. അപ്പൊ അതൊക്കെ നിങ്ങൾ ഒരു കണക്കിന് നിങ്ങൾ ഒരു കുട്ടീനോട് നമ്മൾ കാണിക്കുന്ന ആ ഒരു മൈൻഡിൽ നിങ്ങൾ അയാളോട് സംസാരിക്കുകയും അയാൾ അതുകൊണ്ടായിരിക്കാം അങ്ങനെയൊക്കെയെന്ന് ഓർത്തിട്ടാണ് നിങ്ങൾ ഇത്രയും നാളും ആ ഒരു പേഴ്സണോട്ടിലോട്ട് കൂടുതൽ അറ്റാച്ച്ഡ് ആയിക്കൊണ്ടിരുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഒരു എനർജി വെച്ച് നമുക്ക് ഫീൽ ചെയ്യുന്നത് നിങ്ങൾ ഒരുപാട് ട്രാവലിങ്ങും ഒരുപാട് അഡ്വഞ്ചറസ് ഒക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അപ്പൊ അതുപോലെ കൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ ഒരുപാട് ട്രാവൽ ചെയ്യാനും ഒരുപാട് സ്ഥലങ്ങൾ കാണാനും ഒരുപാട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളിലോട്ടൊക്കെ പോകാനും ഒക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ മേ ബി അതുപോലുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ സമയം നിങ്ങളോട് ഫോണിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കണ്ട് സംസാരിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ ഔട്ട്ഡോർ അതായത് വെളിയിലുള്ള അറ്റ്മോസ്ഫിയറും വെളിയിലുള്ള രീതിയിലുള്ള അങ്ങനത്തെ ഒരു കണക്ഷനൊക്കെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ മേ ബി നിങ്ങളുടെ ഒരു സൈൻ വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ ആവാനുള്ള ചാൻസ് കൂടുതലുണ്ട്. കാരണം നിങ്ങൾ ഭയങ്കര ഡൗൺ ടു എർത്ത് ആണ്. നമുക്ക് അങ്ങനത്തെ ഒരു എനർജിയാണ് ഫീൽ ചെയ്യുന്നത്. ഇത് മേ ബി സൺ, മൂൺ, റേസിംഗ് സൈൻ ആണുള്ള ഇതുമുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു സോഡിയാക്കിൽ വരുന്ന ആൾക്കാരാവാം. അപ്പൊ നിങ്ങൾ ഒരുപാട് പച്ചപ്പും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തികളാണ്. അപ്പോൾ ഫോറസ്റ്റ് ഏരിയ അങ്ങനെയുള്ള ട്രാവൽ ചെയ്യുക, ആൾക്കാരോട് അധികം ആൾക്കാരില്ലാത്തൊരു സ്ഥലത്ത് വളരെ ഫ്രീ ആയിട്ടും വളരെ ക്വയറ്റ് ആയിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയറിൽ ഒരുമിച്ചിരിക്കാനും ഒക്കെ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ജനറലി ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് നിങ്ങളുടെ ആ ഒരു പേഴ്സൺ. അത് അയാൾ ചൈൽഡിഷ് ക്യാരക്ടർ ആയതുകൊണ്ടാണ് അയാൾ അങ്ങനെ കാണിക്കുന്നത്. പക്ഷെ നിങ്ങൾ ചിലപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്തിട്ടുണ്ടാകാം. ഈ ഒരു എനർജി വെച്ചിട്ട് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോൾ നിങ്ങൾ രണ്ടുപേരും ട്രാവലിംഗ് എൻജോയ് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ പോയി അതായത് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയങ്ങളൊക്കെ നിങ്ങളയാളുടെ കൂടെ ഉള്ളതിന്റെ ആ ഒരു സന്തോഷം അതൊന്നുമല്ല, അയാൾക്കും ഓൾറെഡി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇഷ്ടമുള്ളത് കൊണ്ട് ആ ഒരു സമയത്തൊക്കെ വളരെ സ്മൂത്ത് ആയിട്ടൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പൊ നിങ്ങൾ ഓർത്തിട്ടുണ്ടാകും നിങ്ങളോട് ആ ഒരു പേഴ്സൺ ഇഷ്ടമുണ്ട്, അതുകൊണ്ടാണ് ഈ ഒരു വ്യക്തി ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്, അതുകൊണ്ടാണ് എൻ്റെ ഒപ്പം ഇരിക്കുമ്പോൾ ഇത്ര സന്തോഷിക്കുന്നത്. അതുകൊണ്ട് മാത്രമല്ല ആ ഒരു വ്യക്തിക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ആ ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ വളരെ സമാധാനവും ഭയങ്കര റിലാക്സിങ് ആയിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ആ ഒരു പേഴ്സൺ നിങ്ങൾ തമ്മിൽ കണക്ഷൻ ഉണ്ടായിരുന്ന സമയത്തൊക്കെ നിങ്ങളുടെ കൂടെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ വരാനും നിങ്ങൾ അങ്ങനെയുള്ള ഒരു അറ്റ്മോസ്ഫിയർ ഒക്കെ ഇരിക്കാനും ഒക്കെ അയാൾ ആഗ്രഹിച്ചിരുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇപ്പൊ നിങ്ങളോട് സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് സ്നേഹവും കാര്യങ്ങളും ഒക്കെ ഉള്ളിലുണ്ട്. കാരണം വെച്ചാൽ അയാളുടെ ജീവിതത്തിൽ അയാൾ ഭയങ്കര ഇമോഷൻസ് ഒക്കെ അനുഭവിച്ചുകൊണ്ടിരുന്ന സമയത്തും അയാളുടെ ജീവിതത്തിൽ എല്ലാം നഷ്ടങ്ങളും മാത്രം വന്നപ്പോഴും ഈ ഒരു വ്യക്തിനെ നിങ്ങൾ മാത്രം ഇത്ര ആഴത്തിൽ ഡീപ്പായിട്ടൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതും അൺകണ്ടീഷണൽ ലവ് ആണ് നിങ്ങൾക്കുള്ളത്. അത് അയാൾക്ക് ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അയാള് നിങ്ങൾ ഒത്തൊരു മ്യൂച്വൽ ഗ്രോത്തും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അയാളിപ്പോ ഒരുപാട് ആഗ്രഹിക്കുന്നത്. അതായത് നിങ്ങൾ അയാളുടെ ലൈഫിൽ ഇപ്പൊ വേണമെന്നൊക്കെ അയാൾക്ക് ആഗ്രഹം ഉണ്ട്. അപ്പൊ ഇത്രയും നാളും ജീവിതത്തെ വളരെ സില്ലിയായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു പേഴ്സൺ ആണ്. അപ്പോൾ ചില ഉള്ളിൽ അയാൾക്ക് നിങ്ങളിപ്പോ ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്ന സമയത്തും ഉള്ളിൽ അയാൾക്ക് തോന്നിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ബാക്കി എല്ലാ ആൾക്കാരും എന്ത് ജീവിതത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ഒന്നും അവിടെ പ്രോപ്പറായിട്ട് നിന്നില്ല, എല്ലാം അയാൾക്ക് നഷ്ടം അല്ലെങ്കിൽ അയാൾക്ക് ദുഃഖങ്ങൾ മാത്രമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷെ നിങ്ങൾ മാത്രമാണ് ഇത്ര ജെന്യൂൻ ആയിട്ടും വളരെ സീരിയസ് ആയിട്ടൊക്കെ അയാളുടെ കൂടെ എപ്പോഴും തന്നെ
നിന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് അയാൾ നിങ്ങളുടെ സത്യസന്ധതയും കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലായിട്ടുണ്ട്. അയാൾക്കുള്ളിൽ അത് അയാൾ അംഗീകരിക്കുന്ന ഒരു കാര്യം കൂടെ തന്നെയാണ്. പക്ഷെ ഇയാളുടെ ചൈൽഡിഷ്, അതായത് ഒട്ടും മെച്ചുവർ അല്ലാത്തൊരു ക്യാരക്ടറിനുടമയും പിന്നെ ഇതേപോലുള്ള ഒരുപാട് ഈ ഇമോഷൻസ് ഒക്കെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് അയാൾക്ക് ആരോടും ഒരു കമ്മിറ്റ്മെന്റും അങ്ങനെ നോർമൽ ഒരു ഇതിനോട്ടൊന്നും അയാൾ ആഗ്രഹിക്കാത്തതല്ല, അയാളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു പേടി കൊണ്ടാണ് അയാൾ അങ്ങനത്തെ ഒരു റിലേഷൻഷിപ്പിലോട്ടൊന്നും വരാത്തത്. അപ്പോൾ അയാൾ മേ ബി നിങ്ങളെ മാനസികമായിട്ടും ഒക്കെ ഒരുപാട് ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അതായത് മോശമായിട്ടുള്ള വാക്കുകൾ, വല്ലാത്ത രീതിയിലുള്ള എന്താ പറയാ, നമ്മൾ ഇട്ടിട്ട് പോണം എന്ന രീതിയിൽ, നമ്മൾ ആരും അല്ലാത്ത രീതിയിൽ വളരെ മോശവും വളരെ വൃത്തിയായിട്ട രീതിയിലൊക്കെ അയാൾ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടാവാം. നിങ്ങൾ അത് അങ്ങനത്തെ ഒരു എനർജിയൊക്കെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾക്ക് അയാളോട് അത്രയ്ക്ക് ഇടത്തിൽ കണക്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ വീണ്ടും വീണ്ടും അയാളെ വിളിക്കുക. ചിലപ്പോൾ ഇന്ന് അങ്ങനെ സംസാരിച്ചിട്ട് നാളെ ചിലപ്പോൾ നോർമലായിട്ട് സംസാരിക്കും. അപ്പൊ നമ്മൾ ഓർക്കും നമ്മളോട് ഇഷ്ടമുണ്ട്, പക്ഷെ അയാൾക്കത് എക്സ്പ്രസ് ചെയ്യാൻ അറിയില്ല, അയാൾ അങ്ങനെ അനുഭവിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അയാളുടെ എനർജി അങ്ങനെയാണ്. പക്ഷെ നിങ്ങളോട് കാണിക്കുന്ന ഓരോ ഇതിലും അയാൾ വിഷമിക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ കൂടെ ആ ഒരു ഇതിലോട്ട് വന്ന്, അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ലൈഫിലോട്ട് വന്നിട്ട് നിങ്ങളുടെ കൂടെ ലൈഫ് സ്പോയിൽ ചെയ്യേണ്ട എന്നൊരു എനർജിയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പൊ അയാൾക്ക് അങ്ങനെ ഒരു അത് നമ്മളോടൊരു ഇഷ്ടമുണ്ട് ആ ഒരു പേഴ്സൺ, അതുകൊണ്ടാണ് നമ്മളെപ്പറ്റി അയാൾ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ അയാളുടെ ക്യാരക്ടറും അയാൾക്ക് തന്നെ നല്ലതുപോലെ അറിയാം. അപ്പൊ നിങ്ങളെ കൂടെ കൊണ്ടുവന്ന് ഈ ഒരു സിറ്റുവേഷനിൽ കൊണ്ടുവന്ന് ചാടിക്കണ്ട, അല്ലെങ്കിൽ നിങ്ങളെ ഹേർട്ട് ചെയ്യേണ്ട. അതായത് നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുണ്ട്, പക്ഷെ അയാൾ അതേപോലെ ഇഷ്ടപ്പെടുന്നില്ലായിരിക്കാം. പക്ഷെ അയാൾക്കുള്ളിൽ ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് നിങ്ങളോട്. അയാളുടെ ജീവിതത്തിലോട്ട് നിങ്ങൾ കൊണ്ടുവന്നിട്ട് നിങ്ങൾ വെറുതെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട അങ്ങനത്തെ ഒരു ഇഷ്ടങ്ങളൊക്കെ അയാൾക്കുണ്ടായത്. അതുകൊണ്ടാണ് ഇയാൾ ഈ ഒരു റിലേഷൻഷിപ്പിനെ മാക്സിമം അയാൾ എന്താ പറയുക, അവോയ്ഡും അല്ല എങ്കിലും ഒട്ടും സീരിയസും അല്ല, അങ്ങനത്തെ രീതിയിൽ അയാൾ നിന്നിട്ടുള്ളത്. ഇപ്പോ നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു കോണ്ടാക്റ്റ് ഒക്കെ ഉള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ ഈ ഒരു പേഴ്സൺ ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ കാണിച്ച ആ ഒരു സിൻസിയറിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലായി, നിങ്ങളോടുള്ള ഒരു ഇഷ്ടമൊക്കെ മനസ്സിലായ ശേഷം ഇപ്പൊ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ ഇഷ്ടമുണ്ട്, നിങ്ങളുമായിട്ട് ഒരുമിച്ച് ഒരു ലൈഫൊക്കെ ഇപ്പൊ അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താ പറയാ, അയാൾക്കിപ്പോ നിങ്ങളോട് ഇപ്പൊ ഭയങ്കര ഇഷ്ടമുണ്ട്. പിന്നെ അതുപോലെ തന്നെ അയാള് നിങ്ങളെ മോശമായിട്ടും വളരെ മോശം ലാംഗ്വേജിലും ഒക്കെ സംസാരിച്ചതും നിങ്ങൾ ചെയ്യാത്ത കുറ്റങ്ങളെയൊക്കെ പറ്റി, അതായത് അയാൾക്കറിയാം നിങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലെന്ന്, പക്ഷെ അയാൾ മനഃപൂർവ്വം നിങ്ങളെ ഉപദ്രവിക്കാൻ വേണ്ടി പറയുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയെങ്കിലും നിങ്ങൾ പോയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് ഇല്ലാത്ത കുറ്റങ്ങളൊക്കെ നിങ്ങളുടെ മേൽ ചുമത്തുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനെയൊക്കെ ഓർത്ത് ഈ ഒരു വ്യക്തി ഇപ്പൊ വളരെയധികം വേദനിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നിങ്ങൾ പ്യുവർ ആയിട്ടുള്ള ഒരാളാന്ന് അയാൾക്കറിയാം. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിന് മാറിപ്പോകാൻ വേണ്ടി എത്രയും വൃത്തിയായിട്ട കളികൾ കളിക്കാം അതൊക്കെ അയാൾ കാണിച്ചിട്ടുണ്ട്, നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ അങ്ങനെ ചെയ്തു എന്നൊക്കെ. പക്ഷെ ശരിക്കും അയാൾ തന്നെയാണ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളത്, അയാൾ തന്നെയാണ് അങ്ങനെ കാണിച്ചിട്ടുള്ളതൊക്കെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ ഈ ഒരു പേഴ്സൺ കുറച്ചൊക്കെ ഫിസിക്കലി, അതായത് നിങ്ങളുമായിട്ടല്ല, വേറെ മേ ബി വേറെ അയാൾക്ക് റിലേഷൻ ഉണ്ടെന്നല്ല പറഞ്ഞാൽ, അയാൾക്ക് വേറൊരു ആൾക്കാരോട് ഇഷ്ടമുണ്ടെന്നല്ല, പക്ഷെ അയാൾക്ക് വേറെ ആൾക്കാരായിട്ടൊക്കെ ഫിസിക്കലി ചെറിയ രീതിയിലൊക്കെ ഒരു കണക്ഷൻസ് ഒക്കെ ഉണ്ട്. അത് നിങ്ങൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്കും അറിയാം അയാൾക്ക് വേറെ ചില സെറ്റപ്പ് എന്ന് വേണമെങ്കിൽ അതേപോലത്തെ രീതിയിലും ഒക്കെ കണക്ഷൻസ് ഉണ്ട്, ചെറിയ ചെറിയ രീതിയിലുള്ള ഫിസിക്കൽ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. നിങ്ങൾക്കും അറിയാം. അത് നിങ്ങൾക്ക് വളരെയധികം ഹേർട്ട് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളോട് വേണമെങ്കിൽ പറഞ്ഞിട്ടുണ്ടാകും. കാരണം വെച്ചാൽ നിങ്ങൾ അങ്ങനെയെങ്കിലും ഇട്ടിട്ട് പോവട്ടെ എന്നൊക്കെ ഓർത്തിട്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എനർജിയിലൊക്കെ നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഇത്. അപ്പോൾ ഇപ്പോൾ അയാൾ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊക്കെ കാണിച്ചിട്ടും ഇത്രയൊക്കെ ചെയ്തിട്ടും നിങ്ങൾ അയാളുടെ ലൈഫിൽ നിന്ന് മാറുന്നില്ല. നിങ്ങൾക്ക് അയാളോട് വളരെ ഡെപ്തിലുള്ള ഇഷ്ടമുണ്ട്, നിങ്ങൾ അയാളെ നന്നാക്കി ശരിയാക്കി എടുക്കാമെന്ന് നിങ്ങൾക്കുള്ളിൽ ഒരു വിചാരമൊക്കെ ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ ഒരു പേഴ്സണെ എപ്പോഴും കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഒരു ബ്രേക്കപ്പും വന്ന് ഇപ്പോൾ കുറേ നാളായിട്ട് ഒരു സൈലൻസ് അല്ലെങ്കിൽ വല്ലപ്പോഴൊക്കെ ആയിരിക്കും വേണ്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു പേഴ്സണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളോട് ഒരു സ്നേഹം ഒക്കെ തോന്നി തുടങ്ങിയിട്ടുണ്ട്. ആ ഒരു വ്യക്തിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്, നിങ്ങളില്ലാത്ത കാര്യത്തിനൊക്കെ ചീത്ത പറയുകയോ എടുക്കുകയോ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിങ്ങളെ മോശക്കാരെ ആക്കിയതിലൊക്കെ അയാൾ വളരെയധികം ദുഃഖിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെന്ന് പറയുമ്പോൾ വളരെ പ്യുവറായിട്ടും വളരെ ബോൾഡായിട്ടും നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു പേഴ്സൺ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇങ്ങനത്തെ രീതിയിൽ ഹേർട്ട് ചെയ്താൽ അയാൾക്ക് ഒരുപാട് വിഷമമുണ്ട്, അയാൾ നിങ്ങളുടെ അടുത്ത് വരാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ
നിങ്ങളുടെ പേഴ്സണാലിറ്റി എന്ന് വെച്ചാൽ വളരെ നല്ല ഒരു വ്യക്തിയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ജീവിതത്തിൽ ആഗ്രഹിക്കുന്നു അതെല്ലാം നിങ്ങൾക്ക് യൂണിവേഴ്സ് നൽകുന്നതാണ്. അപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു എനർജി എന്ന് വെച്ചാൽ ഈ ഒരു വ്യക്തി നിങ്ങളെ തിരിച്ച് കോൺടാക്ട് ചെയ്യുകയും ചെയ്യും. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നല്ലൊരു രീതിയിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒക്കെ ഉണ്ടാവും. അതേപോലെ നല്ലൊരു ലൈഫ് അയാളുടെ ശരിക്കും പറഞ്ഞാൽ അയാൾ ഇനിയും തിരിച്ചു വരുമ്പോൾ അയാളുടെ ആ ഒരു ചൈൽഡിഷ് ടൈപ്പ് നേച്ചറൊക്കെ മാറ്റിയിട്ട് അയാൾ കുറച്ചുകൂടെ മെച്ചുറാണ്. അപ്പൊ അയാൾ ആരുടെ കൂടെ പോയാലും അയാൾ ഇമോഷണലി അയാൾ കുറച്ചുകൂടെ മെച്ചുറും കുറച്ചുകൂടെ സ്റ്റേബിളും ഒക്കെ ആയിരിക്കണം. അപ്പൊ ഇതേപോലെ എപ്പോഴും ഡൗൺ ആയി പോവുകയാണെങ്കിൽ ആണ് അയാൾ എങ്ങനെയൊക്കെ കാണിക്കുന്നത്. അപ്പോൾ കുറച്ച് അതായത് ഇപ്പോഴൊരു ചേഞ്ചസ് ഒക്കെ അയാൾക്ക് വന്നത് കൊണ്ട് അയാൾക്ക് മനസ്സിലായിട്ടുണ്ട് അയാളുടെ കാര്യങ്ങൾ. അപ്പോൾ അയാൾ കുറച്ചുകൂടെ ഹീലിങ്ങും കാര്യങ്ങളും അയാളുടെ ഇന്നർ വോയിസിനൊന്നും കേൾക്കാതെയാണ് ഇത്രയും നാൾ അയാൾ ഓരോ കാര്യങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ അയാളുടെ ഇന്നർ വോയിസിനെ ഇന്നർ വോയിസ് എന്താണോ പറയുന്നത് അതിനനുസരിച്ചാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ തമ്മിലുള്ളൊരു ഡെപ്തും കാര്യങ്ങളൊക്കെ അയാൾക്ക് മനസ്സിലായത്. അപ്പോൾ അയാൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ അടുത്തോട്ട് വരും. അയാൾ ഓരോ ദിവസവും നിങ്ങളെ ഹേർട്ട് ചെയ്തതിനോർത്ത് അയാൾ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്, അതായത് മോശമായ വാക്കുകൾ ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞുണ്ടാക്കിയത് അത് അയാൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ അയാൾ ആ ഒരു അതായത് പുതിയൊരു ബിഗിനിങ്ങിന് വേണ്ടിയാണ് അയാൾ വെയിറ്റ് ചെയ്യുന്നത്. അയാൾ എന്തായിരുന്നോ അതിൽ നിന്ന് അയാൾ കംപ്ലീറ്റ്ലി മാറി അയാൾ നല്ല ഒരു പേഴ്സണാലിറ്റി ഉടമയായി നിങ്ങളിലേക്ക് തിരിച്ചു വരാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ എൻ്റെ റീഡിംഗ് ഇവിടെ തീർന്നിരിക്കുന്നു. താങ്ക് യു മൈ സോൾ ഫാമിലി.